ഹലോ ഡിയർ നീറ്റ് ആസ്പിരൻസ്, ഒപ്റ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പ്രിസം. പ്രിസത്തിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് ആണ്, അതിൻ്റെ ഒരു ട്രിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ട്രിക്ക് അല്ല, അതിൻ്റെ ഒരു ആക്ച്വൽ കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ആ ആക്ച്വൽ കോൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ പിന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിട്ടിരിക്കും. അപ്പോൾ നോക്കൂ, നോർമൽ ഇൻസിഡൻസ് പ്രിസത്തിലേക്ക് നോർമലായിട്ട് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് എങ്കിൽ, ഇപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന നോർമലും ഇൻസിഡൻറ്റ് ലൈറ്റും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയിരിക്കും. സോ R1 ഇസ് ഓൾസോ 0. ഇനി ഇവിടെ സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിൽ ഒരു നോർമൽ ഉണ്ടാവും. ആ നോർമലുമായിട്ട് പ്രിസത്തിൻ്റെ ഉള്ളിലുള്ള ലൈറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ R2 ആസ് വി നോ. ലൈറ്റ് എമേർജ് ചെയ്യും. എമേർജ് ചെയ്യുന്ന റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് എമർജൻസ്. നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് എമർജൻസ് എത്രയാണ് എന്നുള്ളത് അറിഞ്ഞു വെച്ചാൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് ആംഗിൾ ഓഫ് പ്രിസം എ. വി നോ ദാറ്റ് ഫ്രം ദ ബേസിക് ഇക്വേഷൻ R1 + R2 ഇസ് ഈക്വൽ ടു എ ആണ്. അപ്പോൾ ഇവിടെ R1 0 ആയത് കാരണം R2 ഇസ് ഈക്വൽ ടു എ ആണ്. ഇനി സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിൽ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ സൈൻ R2 instead of R2 I can use A divided by sin E is equal to refractive index of second medium divided by first medium. ഏത് മീഡിയത്തിലേക്കാണ് ലൈറ്റ് പോകുന്നത്? എയറിലേക്ക്. ഇതാ ഇവിടെ സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിൽ റിഫ്രാക്റ്റഡ് റേ പോകുന്നത് എയറിലേക്കാണ് ഫ്രം ഗ്ലാസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം. അപ്പം സെക്കൻഡ് മീഡിയം 1 ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം മെറ്റീരിയൽ ഓഫ് പ്രിസം. അപ്പോൾ നമുക്കിവിടെ സൈൻ ഇ അങ്ങോട്ട് കൊണ്ടുപോയാൽ സൈൻ ഈസ് ഈക്വൽ ടു n ഇപ്പുറത്തേക്ക് വരും. n ഇൻറ്റു സൈൻ എ എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് എത്തും. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഇക്വേഷൻ അറിഞ്ഞു വെച്ചാൽ മതി. നമുക്ക് ഇങ്ങനെ നോർമൽ ഇൻസിഡൻസിൻ്റെ കേസിൽ ഈ ഇക്വേഷൻ അറിഞ്ഞു വെച്ചാൽ ഇതിൽ ചിലപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ ആംഗിൾ ഓഫ് പ്രിസം ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ ആംഗിൾ ഓഫ് എമർജൻസ് ആയിരിക്കും ചോദിക്കുക. അങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു കോൺസെപ്റ്റ് നോർമലായിട്ട് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. റെഡി? ഇതേ ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനിലും കൂടി യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഈ കോൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ഇതേ കോൺസെപ്റ്റ് ഒരു സ്ഥലത്തും കൂടെ, ഇതേ ഇക്വേഷൻ ഒരു സ്ഥലത്തും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് നോർമൽ എമർജൻസ്. ഇപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് ഏതോ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ പ്രിസത്തിനുള്ളിലേക്ക് ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിൽ എൻ്റർ ചെയ്തു. സോ ദിസ് ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. ലൈറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് നോർമൽ. അങ്ങനെ ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്തപ്പോൾ അത് സെക്കൻഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അപ്പോൾ സെക്കൻഡ് സർഫസിന് നോർമൽ വരച്ച് കഴിഞ്ഞാൽ ആ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ദാറ്റ് ഇസ് R2 0 ആണ്. R1 ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഉണ്ട്. അപ്പോൾ ആ ലൈറ്റ് നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്തുകൊണ്ട് അത് വിത്തൗട്ട് എനി ഡീവിയേഷൻ നോർമലി എമേർജ് ചെയ്യും. നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്തപ്പോൾ അത് നോർമലായിട്ട് എമേർജ് ചെയ്തു. അപ്പോൾ ഇത് നോർമൽ എമർജൻസ് ആണ്. നോർമൽ എമർജൻസ് സംഭവിക്കുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ സർഫസിന് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ R1 ഉണ്ട്. നമുക്കറിയാം R1 + R2 ഇസ് ഈക്വൽ ടു എ ആണ്. ഇവിടെ R2 0 ആയതുകൊണ്ട് പ്രീവിയസ് കേസിൽ R1 ആയിരുന്നു 0. R1 0, അപ്പോൾ R2 ഇസ് ഈക്വൽ ടു എ. ഇവിടെ R2 0, അതുകൊണ്ട് R1 ഇസ് ഈക്വൽ ടു എ. ഇനി ആ ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിൽ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ സൈൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡിവൈഡ് ബൈ സൈൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1 ഇസ് ഈക്വൽ ടു എ. ദാറ്റ് ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഡിവൈഡ് ബൈ ഫസ്റ്റ് മീഡിയം. ഇവിടെ സെക്കൻഡ് മീഡിയം ഗ്ലാസ് ആണ്, ഫസ്റ്റ് മീഡിയം എയർ ആണ്. അപ്പോൾ നമ്മൾ സൈൻ എൻ അങ്ങോട്ട് കൊണ്ടുപോയാൽ സൈൻ I ഇസ് ഈക്വൽ ടു n ഇൻറ്റു സൈൻ എന്ന് കിട്ടും. സോ നേരത്തെ അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും നമുക്ക് വന്നത്. ശരിയല്ലേ? അവിടെ സൈൻ ഈസ് ഈക്വൽ ടു n സൈൻ എ, ഇവിടെ സൈൻ I ഇസ് ഈക്വൽ ടു n സൈൻ എ എന്നാണ്. അപ്പോൾ രണ്ടിൻ്റെ RHS n സൈൻ എ ആണ്. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ഒരു പക്ഷേ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊരു വട്ടം പറയാം, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നോക്കൂ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഞാൻ 2 പ്രാവശ്യം പറയും, പക്ഷെ ആദ്യത്തെ പറച്ചിൽ തന്നെ മനസ്സിലാവും നോക്ക്. നോർമലായിട്ട് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ എമേർജ് ചെയ്യുന്ന ആംഗിളുടെ ഇക്വേഷനും നോർമലായിട്ട് ലൈറ്റ് എമേർജ് ചെയ്യുമ്പോൾ ഇൻസിഡൻറ്റ് ആംഗിളുടെ ഇക്വേഷൻ സൈൻ ഇ, ഇത് രണ്ടും n സൈൻ എ ആണ്. സൈൻ ഇ ഈസ് ഈക്വൽ ടു n സൈൻ എ, സൈൻ ഐ ഈസ് ഈക്വൽ ടു n സൈൻ എ. അപ്പോൾ രണ്ടിൻ്റെ ഇക്വേഷൻ സെയിം ആണ്. അതിൻ്റെ അർത്ഥം നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ എത്ര ആംഗിളിലാണോ എമേർജ് ചെയ്യുന്നത് ആ ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്താൽ നോർമലായിട്ട് എമേർജ് ചെയ്യും. മനസ്സിലായിട്ടില്ല? ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ. നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രിയിലാണ് എമേർജ് ചെയ്യുന്നതെങ്കിൽ
അതേ പ്രിസത്തിലേക്ക്, അതേ ആംഗിൾ ഓഫ് പ്രിസം ഉള്ള അതേ മെറ്റീരിയൽ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആംഗിൾ ഓഫ് പ്രിസം ഒക്കെ സെയിം ആയ അതേ പ്രിസത്തിലേക്ക് ഇപ്പം നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്തപ്പോൾ 30 ഡിഗ്രിയിലാണ് എമേർജ് ചെയ്തതെങ്കിൽ അതേ പ്രിസത്തിലേക്ക് 30 ഡിഗ്രിയിൽ ഇൻസിഡൻറ്റ് ചെയ്താൽ നോർമലായിട്ടായിരിക്കും, അതായത് സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിൽ നോർമലായിട്ടായിരിക്കും ലൈറ്റ് എമേർജ് ചെയ്യുക. ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? So here you can see a question. The angle of prism is A. One of the refracting surface of the prism is silvered. അതിൽ നിന്ന് ചോദിക്കാവുന്ന അപ്ലൈഡ് ലെവലുള്ള ചോദ്യം അത്. ഒരു നീറ്റ് ലെവലിൽ കുറച്ചും കൂടെ മുകളിൽ നിൽക്കുന്നൊരു ചോദ്യം അത്. സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസ് സിൽവർ ചെയ്തു എന്നാണ് പറഞ്ഞത്. സിൽവറിങ് ഓഫ് പ്രിസം. സിൽവർ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഭാഗം മെർക്കുറി കോട്ട് ചെയ്തു, അത് മിറർ ആക്കി എന്ന് വിചാരിക്കുക. സോ ദിസ് സൈഡ് ഇസ് റിഫ്ലക്റ്റിംഗ് സർഫസ് നൗ. ലൈറ്റ് അതിലെ പുറത്ത് കിടക്കില്ല. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഇസ് 2A on the first surface. Returns back through the same path after suffering reflection at the silvered surface. അപ്പോൾ നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന ലൈറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ. ഇവിടെ നിന്ന് ലൈറ്റ് ഇതാ ഈ സെക്കൻഡ് സർഫസിൽ സിൽവേർഡ് സർഫസിൽ തട്ടി അങ്ങനെ തന്നെ റിഫ്ലക്റ്റ് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് റിഫ്രാക്റ്റ് ചെയ്ത് അവിടെ തട്ടി അങ്ങനെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചുപോയി. അപ്പോൾ നോക്കുക, ഈ ലൈറ്റ് ഇങ്ങനെ വന്ന് ഈ സെക്കൻഡ് സർഫസിൽ മിറർ തട്ടി അങ്ങനെ തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോയി. അങ്ങനെ തന്നെ തിരിച്ച് പോകണമെങ്കിൽ സാധാരണ ഒരു മിററിലേക്ക് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്താൽ അതേപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്തു അതേ പാത്തിൽ തന്നെ റീട്രേസ് ഇറ്റ്സ് പാത്ത് ആവണമെങ്കിൽ, അതേ പാത്തിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകണമെങ്കിൽ അത് നോർമൽ ഇൻസിഡൻസ് ആയിരിക്കണം. നോർമൽ ഇൻസിഡൻസ് വിച്ച് മീൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയിരിക്കണം. എന്ന് വെച്ചാൽ ലൈറ്റ് സർഫസിന് മിററിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം ഇൻസിഡൻറ്റ് ചെയ്തത്. ലൈറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ മിറർ. അപ്പോൾ ഇവിടെ ഇത് എന്താണെന്ന് മനസ്സിലായി? നോർമൽ ഇൻസിഡൻസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ മിറർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, സിൽവർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ലൈറ്റ് ഇങ്ങനെ പുറത്ത് കിടക്കേണ്ട ലൈറ്റാണ്. അതായത് ഇത് ആക്ച്വലി നോർമൽ എമർജൻസിൻ്റെ സിറ്റുവേഷനാണ്. നോർമൽ എമർജൻസിൽ ഇവിടെ ഒരു മിറർ പ്ലേസ് ചെയ്താൽ അല്ലെങ്കിൽ ഈ ഭാഗം സിൽവർ ചെയ്താൽ അത് ഇവിടെ തട്ടി അങ്ങനെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരിക ചെയ്യുക. അപ്പോൾ ഇത് അങ്ങനെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് നോർമൽ എമർജൻസിൻ്റെ കേസാണ്. അപ്പോൾ നോർമൽ എമർജൻസിൻ്റെ കേസിൽ നമുക്കറിയാം സൈൻ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു സൈൻ എ. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 2A ആണ്. അപ്പോൾ സൈൻ 2A ഈസ് ഈക്വൽ ടു n ഇൻറ്റു സൈൻ എ. നമ്മളോട് എന്താ ചോദിച്ചത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ് ചോദിച്ചത്. അപ്പോൾ സൈൻ 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. അപ്പോൾ സൈൻ 2A എന്ന് പറഞ്ഞാൽ 2 സൈൻ എ കോസ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു സൈൻ എ. സൈൻ എ ക്യാൻസൽ ചെയ്തു. സോ 2 കോസ് എ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. 2 കോസ് എ ഇസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇതൊരു വലിയ നല്ല കൺസെപ്റ്റ് ഉള്ള അടിപൊളി ട്രിക്കി ആയ ക്വസ്റ്റൻ ആണ്. ബട്ട് ഇതിൻ്റെ പുറകിലുള്ള കോൺസെപ്റ്റ് നമ്മൾ നന്നായിട്ട് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഇക്വേഷൻ ഓർമ്മ ഉണ്ടെങ്കിൽ വിത്തിൻ 10 സെക്കൻഡ്സ് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ എടുത്തതുകൊണ്ടാണ്. ഇത് സോൾവ് ചെയ്യാൻ 10 സെക്കൻഡിൽ കുറവ് സമയം മതി ശരിക്കും. സോ ദാറ്റ് ഈസ് ദ പോയിന്റ്. താങ്ക് യു സോ മച്ച്. അടുത്തൊരു കോൺസെപ്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ JB ഫ്രം സൈലം ലേണിംഗ്. ബൈ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.